യൗവനത്തിന് സക്കാത്തുണ്ട്, സമയത്തിന് സക്കാത്തുണ്ട്, ശരീരത്തിന് സക്കാത്തുണ്ട്, കണ്ണിന് സക്കാത്തുണ്ട്, കാലിന് സക്കാത്തുണ്ട്, കയ്യിന് സക്കാത്തുണ്ട്, നാവിന് സക്കാത്തുണ്ട്. നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്ത ഒരാളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുമ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ സക്കാത്താണ്. എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക്. എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കൈയിനെ അനക്കാൻ പറ്റുന്നുണ്ട്. ഇത് പറ്റാത്ത 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അതിലേതെങ്കിലും ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഈ കൈയില്ലേ, എൻ്റെ ഈ കൈ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കയ്യിൻ്റെ സക്കാത്താണ്. കണ്ണ് കാണാൻ കഴിയാത്ത ഒരാൾ നടന്നു പോകാൻ കഴിയാതെ ഒരു വഴിവക്കിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുമ്പോൾ അയാളുടെ തോളിൽ പിടിച്ച്, കയ്യിൽ പിടിച്ചല്ല, അയാളുടെ തോളിൽ പിടിച്ച്, കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സഹായമാണ്, തോളിൽ പിടിക്കുമ്പോൾ സൗഹൃദമാണ്. അതാണ് വ്യത്യാസം. തോളിൽ പിടിച്ചിട്ട് അയാളെ ഇങ്ങനെ നടക്കാൻ സഹായിക്കുമ്പോൾ ഞാൻ എൻ്റെ സക്കാത്താണ് കൊടുക്കണത്. ഇതാ ഇത്രയേറെ മനുഷ്യരിവിടെ ഈ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കണു. ഇതെന്താണ്? നമ്മുടെ സമയത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ എനർജിയുടെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും സക്കാത്ത് കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലും പശ്ചാത്തലത്തിലുമൊക്കെ മക്കളെ സന്യാസത്തിലേക്ക് വിടുന്ന ഒരു കൾച്ചറുണ്ടല്ലോ. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നേർച്ചയാക്കും, എനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ സന്യാസിയാക്കും എന്ന്. അങ്ങനെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ സന്യാസത്തിലേക്കുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വളർന്ന് കൗമാരപ്രായം എത്തുമ്പോൾ, ടീനേജിലെത്തുമ്പോൾ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ഉപനയനം എന്നാ പറയാ. ഉപനയനം. ആ ചടങ്ങിൻ്റെ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനില്ലേ, അച്ഛൻ്റെ സമ്പത്ത് മുഴുവനും ദാനം ചെയ്യണം. മുഴുവനല്ല, ഒരു വലിയ ഭാഗവും ദാനം ചെയ്യണം. ഏറ്റവും വലിയ ദാനമാണ് ചെയ്തത്. കുട്ടി പോയി അല്ലേ? കുട്ടിയെ മാത്രമല്ല സമ്പത്തും ദാനം ചെയ്യണം. അങ്ങനെ സമ്പത്തും ദാനം ചെയ്ത് മകനെയും ദാനം ചെയ്ത് നിൽക്കുന്ന അച്ഛനില്ലേ, ആ അച്ഛന് ആ നിമിഷം മുതൽ കിട്ടുന്ന ഒരു സ്ഥാനപ്പേരുണ്ട്, ഒരു അപരനാമമുണ്ട്, ഒരു സ്ഥാനപ്പേരുണ്ട്. എന്താണ് ആ സ്ഥാനപ്പേരെന്നറിയോ? വിശ്വജിത്ത് എന്നാണ്. വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവനും ജയിച്ചടക്കിയ ആള് എന്നാണ്. വിശ്വം ജിത്ത്, ലോകം മുഴുവനും നേടിയ ആള് എന്ന് ആരെക്കുറിച്ചാണ് പറയണമെന്നറിയോ? എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചല്ല, എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചല്ല, എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും മനസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ, അങ്ങനെ അല്ലാത്ത കുറച്ച് മനുഷ്യർ ലോകത്തുണ്ടാവും. ആ ബാനറിൽ 3 മനുഷ്യന്മാരുടെ ഫോട്ടോ കാണുന്നില്ലേ? അവരവരുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും മനസ്സിൽ മാത്രം ബാക്കിയായവരല്ല. അതെന്തുകൊണ്ടാണ്? വർഷങ്ങൾക്കിപ്പുറത്ത്, അല്ല, 1/2 നൂറ്റാണ്ടിലേറെ കാലമായി അതിലൊരാൾ ഈ ലോകത്തുനിന്ന് പോയിട്ട് ഇപ്പോഴും മനുഷ്യരാ നാമം സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ആ പേര് പറഞ്ഞുകൊണ്ടിരിക്കണോ? അവർ മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ, അവർ ചിലത് നഷ്ടപ്പെടുത്താൻ തയ്യാറായി എന്നത് മാത്രം. പടച്ചോൻ പറയുന്നുണ്ട്, ഒരാൾ വേറൊരാളെ അന്യായമായി വധിച്ചാൽ, ഒരാൾ വേറൊരാളെ കൊന്നാൽ ലോകത്തുള്ള എല്ലാ
ഒരാൾ വേറൊരാളെ അന്യായമായി വധിച്ചാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും വധിച്ചതുപോലെയാ, കൊന്നതുപോലെയാ. പക്ഷെ അതിൻ്റെ തൊട്ട് ശേഷം വേറൊരു കാര്യം പറയുന്നുണ്ട്. ഒരാൾ വേറൊരാളെ കൊന്നാൽ ലോകത്തിലുള്ള എല്ലാവരെയും കൊന്നതുപോലെയാണ്. നമുക്ക് മനസ്സിലായി, വ്യക്തമാണത്. പക്ഷെ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ആരെങ്കിലും വേറൊരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്ക് കഴിയോ? ജീവൻ കൊടുക്കാൻ കഴിയോ? കൊടുക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് ഈ പറയണമെന്നറിയോ? അത് മനുഷ്യരുടെ കണ്ണീരിങ്ങനെ തുടച്ചു കൊടുക്കലാണ്. ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ ജീവിക്കാനുള്ള പ്രേരണയും കാത്തിരിക്കാനുള്ള കാരണവുമായി നമ്മൾ മാറലാണത്. ശരിക്കും പറഞ്ഞാൽ ആന്റോണി ഡി മെല്ലോ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ്. പ്രയർ ഓഫ് ദ ഫ്രോഗ്. ആ പുസ്തകത്തിൽ അദ്ദേഹം 2 ചങ്ങാതിമാരുടെ കഥ പറയുന്നുണ്ട്. ഒരാൾ യുദ്ധത്തിന് പോയതാണ്. യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വരുന്നില്ല. യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അയാൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ അയാൾ മരിച്ചിട്ടുണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും ആ ചങ്ങാതിക്ക് മാത്രം അത് വിശ്വാസം വരുന്നില്ല. അങ്ങനെ അയാൾ യുദ്ധത്തിന് പോയ ചങ്ങാതിയെ തെരഞ്ഞു പോവുക. തെരഞ്ഞു പോയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ അയാൾ മരിച്ചിട്ടുണ്ട്. അവൻ്റെ ഡെഡ് ബോഡി ആയിട്ടാണ് വരുന്നത്, മരിച്ച ആളുടെ മയ്യത്തുമായിട്ടാണ് വരുന്നത്. അപ്പം എല്ലാവരും മൂപ്പനോട് പറഞ്ഞടാ, ഞങ്ങൾ എന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ, അവൻ മരിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ, നീ വെറുതെ ആയില്ലേ പോയത്, നീ പോയത് വെറുതെ ആയില്ലേ എന്ന് ചോദിക്കുക. അപ്പം അവൻ പറയാ, വെറുതെ ആയില്ല, ഞാൻ ചെല്ലുന്ന സമയത്ത് അവന് ജീവൻ ഉണ്ടായിരുന്നു. പാതിയടഞ്ഞ കണ്ണിൽ അവൻ എന്നെ കണ്ടു. എന്നെ കണ്ടപ്പോൾ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. എനിക്ക് ആ വാക്ക് മതി. ഇനിയുള്ള ആയുസ് മുഴുവനും നിലനിൽക്കാൻ എനിക്ക് ആ വാക്ക് മതി. എന്താ പറഞ്ഞത്? എനിക്കറിയാമായിരുന്നു നീ ഇവിടെ വരുമെന്ന്. അതാണ്. 800 കോടി മനുഷ്യന്മാർ ലോകത്തുണ്ട്. ആ 800 കോടി മനുഷ്യരിൽ നിന്നൊരാൾ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആയുസ്സിലൊരിക്കലെങ്കിലും ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ ആയുസ് മീനിങ് ഫുൾ ആയി എന്നാണ്, അർത്ഥവത്തായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്ക് കാത്തിരിക്കാൻ നമ്മളൊരു കാരണമാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. മനുഷ്യർക്ക് കാത്തിരിക്കാൻ ഒരു കാരണമാവുക. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ 10 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഞാൻ ആദ്യമായി ഉംറ ചെയ്യുന്നത്. അപ്പോൾ ഉംറ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനാണല്ലോ പോണേ. അപ്പോൾ കഅബയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, മക്കയിൽ കഅബയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ കൈ വെച്ച് നെഞ്ച് കഅബയിലേക്ക് ഇങ്ങനെ ചാരി വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നാണ്. അങ്ങനൊരു നബിവചനമുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കഅബയുടെ വാതിലിനും ഹജറുൽ അസ്വദിനും ഇടയിലുള്ളൊരു ചെറിയ സ്പേസാണ്, ചെറുതാ, പക്ഷെ കിട്ടൂല, അത്രയും തിരക്ക് പിടിച്ച സ്ഥലമാണ്. ഞങ്ങൾ പോയതാണെങ്കിൽ നോമ്പിന് ഉള്ള, അപ്പോൾ തിരക്ക് കൂടുതലാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ 2 ആളും ഒരു ദിവസം അതിനു വേണ്ടി ഇറങ്ങി, ഞങ്ങൾക്ക് കിട്ടി, കുറച്ച് സമയം കിട്ടി. അങ്ങനെ ഞങ്ങൾ 2 ആളുകളും ആ പറഞ്ഞ പോലെ കൈ അതിലേക്ക് ഇങ്ങനെ വെച്ച് നെഞ്ച് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോരുമ്പോൾ, റൂമിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇതെന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. അത്രയും പ്രഷ്യസായ വില കൂടിയ സ്ഥലമല്ലേ, ആയുസ്സിലെ ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താണ് പ്രാർത്ഥിച്ചത്? അപ്പം എൻ്റെ ആ ചങ്ങാതി മക്കയിൽ വെച്ച് ആ പാതിരാത്രിയിൽ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഈ ജീവിതത്തിൽ മറന്നുപോകില്ല. അവൻ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് 3 ആൺകുട്ടികളാണ്. ഞാൻ പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ
എൻ്റെ 3 കുട്ടികളെയും സമൂഹത്തിന് ഉപകാരമുള്ള മക്കളാക്കണമേ. എനിക്കല്ല, എൻ്റെ കുട്ടികളെ ആളുകൾ കാത്തിരിക്കണം. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ എൻ്റെ മക്കളുടെ അടുത്തേക്ക് ഓടി വരണം. പടച്ചവനെ, നീ തന്ന എൻ്റെ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് ഉപകാരമുള്ളവരാക്കണമേ.